മിഴി തുറക്കും മൊഴികൾ, മനം നിറയും തളിരോർമകൾ, മിഴികളിൽ നിറയെ കാണാ കാഴ്ചകൾ, മൊഴികളിൽ നിറയും അറിയാ കഥകൾ. മിഴി തുറക്കും മൊഴികൾ. തിരുവുടലതിനുടെ വടിവേ പോലും, തിരുവുടലതിനുടെ വടിവേ പോലും എന്നുടെ ജീവേ എന്നുടെ ജീവേ അടിമലരിട ആശാനെ നമസ്കാരം. നമസ്കാരം. എന്തായാലും നല്ലൊരു സമയത്താണല്ലോ ഞാൻ വന്നിരിക്കുന്നത്. ഇന്ന് അന്താരാഷ്ട്ര അടുക്കളയുടെ മിഴി തുറക്കും മൊഴികൾ എന്ന പങ്ക്തി, അഭിമുഖ പങ്ക്തി, അതിൽ അങ്ങയുടെ കലാജീവിതം ഒന്ന് പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കണം, അതിനു വേണ്ടിയിട്ട് വന്നതാണ്. സന്തോഷം. പ്രിയമുള്ളവരെ, ഇന്ന് അന്താരാഷ്ട്ര അടുക്കളയിൽ ബഹുമാന്യനായ ആദരണീയനായ അതുല്യ കലാകാരൻ ശ്രീ തിച്ചൂർ സുരേന്ദ്രൻ അവർകളാണ് നമ്മോടൊപ്പം ഉള്ളത്. അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് ചോദിച്ചറിയാം. ആശാനെ, അങ്ങയുടെ കുറേ വിശേഷങ്ങൾ ദയവായി ഞങ്ങൾക്കായി പങ്കുവെക്കണം. വരൂ, ഇരിക്കൂ. ആശാനെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, അന്താരാഷ്ട്ര അടുക്കളയുടെ അഭിമുഖ പരിപാടിയാണ്. അപ്പോൾ ഒരു കലാകാരൻ എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾക്കും ഏറെ അഭിമാനമുണ്ട് അങ്ങയെ ഞങ്ങളുടെ മാധ്യമത്തിലൂടെ പരിചയപ്പെടുന്നതുകൊണ്ട്. അങ്ങിപ്പോൾ മസ്കറ്റിൽ ആണ് സ്ഥിരതാമസം അല്ലേ? കഴിഞ്ഞ അതെ 4 പതിറ്റാണ്ടായി. ആദ്യമായിട്ട് ഇവിടെ വന്നിറങ്ങുന്നത് ഈ കലാരംഗത്താണോ അതോ? അല്ലല്ല, ഞാൻ ഔദ്യോഗികമായിട്ട് വന്നതാണ്. പിന്നെ ഇവിടെ വന്ന് ഇറങ്ങിയതിന് ശേഷം കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് കലാരംഗത്തേക്ക് ഞാൻ പ്രവേശിക്കുന്നത്. നാട്ടിൽ കൊട്ടിക്കൊണ്ട് നടന്നായിരുന്നു. നാട്ടിൽ എങ്ങനെ, ഏത് മേഖലയിലായിരുന്നു? ഞാൻ പഞ്ചവാദ്യത്തിൽ തിമലയാണ് മെയിൻ എടുത്തിരുന്നത്. എല്ലാ വാദ്യം ഉപയോഗിക്കും, പക്ഷേ തിമലയാണ് എൻ്റെ മാസ്റ്റർ പീസ് ഇൻസ്ട്രുമെൻറ്റ്. തിമലയിലെ ഗുരുനാഥൻ കുട്ടനല്ലൂർ രാജന്മാരാർ, അന്നമലയുടെ പരമേശ്വരന്മാരാർ, 2 ഗുരുക്കന്മാരാണ്. അപ്പോൾ നാട്ടിൽ ഇത്രയും കാലം പ്രവർത്തിച്ചതിന് ശേഷം ഇങ്ങോട്ട് ജോലി സംബന്ധമായിട്ട് ഇങ്ങോട്ട് വന്നതാണ്. ഞാൻ നാട്ടിൽ നല്ല വൃത്തിയായിട്ട് നല്ല പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അന്നത്തെ ജനറേഷനിൽ അധികം ആൾക്കാരില്ലല്ലോ ഞങ്ങളുടെ പ്രായക്കാർ. അപ്പോൾ ഞങ്ങളൊക്കെ ഇനിയായിരുന്നു എല്ലാ പരിപാടികൾക്കും പോയിരുന്നത്. പിന്നെ ഒന്ന് ഗൾഫിൽ വരണം തോന്നി വന്നതാണ്. 2 കൊല്ലത്തേക്ക് വന്നതാണ്. ഇപ്പോൾ 4 പതിറ്റാണ്ടായി. വർഷങ്ങളായി. നീണ്ട പ്രവാസി ജീവിതം. പക്ഷെ നീണ്ട പ്രവാസ ജീവിതം ചാരിതാർത്ഥ്യമുളവുന്നതാണ്. വളരെ സന്തോഷമുണ്ട് അല്ലേ? വളരെയധികം സന്തോഷം എല്ലാ കാര്യത്തിലും. അതെ അല്ലേ? കുടുംബപരമായും അതെ, കലാപരമായും എല്ലാം തന്നെ. അതെ. അതിനെനിക്ക് തോന്നുന്നു കുടുംബത്തിന്റെ സപ്പോർട്ട് വലിയ തോതിൽ തന്നെ ഉണ്ട്. അതെ. എൻ്റെ വൈഫ്, 2 മക്കള്, വൈഫ് നമ്മുടെ എല്ലാ ആക്ടിവിറ്റീസിലും ഉള്ളതാണ്. എല്ലാവരും അറിയും. വിജി സുരേന്ദ്രൻ. തിരുവാതിരക്കളി ആയാലും ഡാൻസ് ആയാലും മറ്റുള്ള കോർഡിനേഷൻ ആയാലും പിന്നെ എന്നെ പ്രോത്സാഹിപ്പിക്കാനും മുൻപന്തിയില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ഒരു പരിപാടിക്ക് പോകണമെന്ന് പറഞ്ഞാൽ എല്ലാ മുണ്ടും വേഷ്ടിയും എല്ലാം സെറ്റ് ചെയ്ത് റെഡിയാക്കി വെക്കും. ഏത് മുണ്ടാണ് കൊടുക്കേണ്ടത് എന്നുള്ളത് എൻ്റെ ഭാര്യയാണ് തീരുമാനിക്കേണ്ടത്. അല്ലാതെ മക്കളുടെ വിശേഷം മൂത്തത് മോള് നാട്ടിലാണ്. ഇവിടെയായിരുന്നു +2 വരെ. പിന്നെ എഞ്ചിനീയറിങ് കഴിഞ്ഞു, നാട്ടിലായി, കല്യാണം കഴിഞ്ഞു. ഇപ്പോൾ വിശേഷങ്ങളായിട്ട് നടക്കണു. മോനും ഇവിടെ തന്നെ എൻ്റെ കൂടെ ഉണ്ട്. വൈഫ് ഇപ്പം നാട്ടിൽ പോയിരിക്കുകയാണ്. മോനും ഈ അച്ഛൻ്റെ പാത തന്നെ പിന്തുടരുന്നു. അതെ. അവൻ പഞ്ചവാദ്യം, തിമല മെയിനായിട്ട്, പിന്നെ തായമ്പാവ് പഠിച്ചിട്ടുണ്ട്, മേളം കൊട്ടും, അതേപോലെ തന്നെ എല്ലാ വാദ്യങ്ങളും വായിക്കും. അവൻ അനായാസേന വായിക്കും. വളരെ സന്തോഷം. ഞാൻ അതുകൊണ്ട് തന്നെയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, അന്താരാഷ്ട്ര അടുക്കളയിൽ ഇന്നത്തെ അതിഥി എന്തുകൊണ്ടും വളരെ വലിയ മികച്ചൊരു കലാകാരനാണ്. അദ്ദേഹത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് നമുക്ക് കടക്കാം. അല്ല ശനി, നമുക്ക് എന്നാൽ ഇറങ്ങിയാലോ? തീർച്ചയായിട്ടും. അതെ, എന്താണ് മകൻ? നമസ്കാരം മോനെ. നമസ്കാരം. മോനെ പേരെന്താ? ശ്രീചന്ദ്. ഞങ്ങൾ അന്താരാഷ്ട്ര അടുക്കളയിൽ നിന്ന് ഒരു അഭിമുഖ പരിപാടി ഉണ്ട്. അതിന് വേണ്ടിയിട്ട് അച്ഛനെ ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി വന്നത്. എന്ത് ചെയ്യുന്നു? ഞാനിപ്പോൾ BCom പഠിക്കാം. ഓക്കെ. അച്ഛനൊരു വലിയ കലാകാരനാണല്ലോ. അതെ, തീർച്ചയായിട്ടും. അപ്പോൾ അച്ഛനെ കുറിച്ച് എന്താണ് മോന് പറയാൻ ഞങ്ങളുടെ പ്രേക്ഷകരോട്? കുറച്ചെന്താ, നല്ല സന്തോഷമുണ്ട്. കൊട്ടും നാടകം ചെയ്യും, അപ്പോൾ അതിനൊക്കെ സപ്പോർട്ട് ചെയ്ത് ഞങ്ങളും നിൽക്കും.
എനിക്ക് തോന്നുന്നു നീയും നന്നായി ചെറുപ്പത്തിൽ തന്നെ അച്ഛൻ്റെ കൂടെ ആ അത് അച്ഛൻ പഠിപ്പിച്ചു പിന്നെ പഞ്ചവാദ്യത്തിന്റെ കൂടെ ഇപ്പോഴും ഉണ്ടല്ലോ 6 വയസ്സ് മുതൽ തുടങ്ങി പഞ്ചവാദ്യം. ഒരു വലിയ ഭാഗ്യമല്ലേ? പിന്നെ തായമ്പളം, എല്ലാ പരിപാടിക്കും മേളം കൂട്ടും. അതാ നേരത്തെ അച്ഛൻ പറഞ്ഞത് കുടുംബത്തിന്റെ ഒരു വലിയ സപ്പോർട്ട്, കുടുംബത്തിന്റെ സപ്പോർട്ട്. ഇപ്പൊ ഞങ്ങൾ രണ്ടുപേരും പോവാണ് ശരി, എന്റെ വൈഫാണ് കംപ്ലീറ്റ് ബാഗിൽ സാധനങ്ങളൊക്കെ ആക്കി ഞങ്ങൾക്ക് രണ്ടുപേർക്കുള്ളത്. രണ്ടുപേരും മേളായാലും പഞ്ചവാദിയായാലും എല്ലാറ്റിനും ഞങ്ങൾ ഉള്ളതല്ലേ. ശരി, അപ്പൊ ഞങ്ങള് ഇറങ്ങിയത്. അപ്പൊ എല്ലാവിധ ആശംസകളും. ഓക്കെ, താങ്ക് യു. താങ്ക് യു. മനം നിറയും തളിരോർമകൾ, മിഴികളിൽ നിറയെ കാണാ കാഴ്ചകൾ, മൊഴികളിൽ നിറയും അറിയാ കഥകൾ, മിഴി തുറക്കും മൊഴികൾ. അച്ഛൻ ഒരു മുതിർന്ന കലാകാരൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ചോദിക്കട്ടെ, ഇപ്പോൾ ഒമാനിൽ വന്നിട്ട് എത്ര വർഷമായി? ഒമാനിൽ വന്നിട്ടിപ്പോൾ 39 വർഷം കഴിഞ്ഞു. 40 വർഷത്തിലേക്ക് കിടക്കുന്നു. 40ാമത്തെ വർഷം. 40ാമത്തെ വർഷം. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ മുതിർന്നൊരു കലാകാരൻ എന്ന് പറയുന്നതുകൊണ്ട് തെറ്റില്ല. കാരണം നാട്ടിലും അങ്ങ് ഈ മേഖലയിൽ തന്നെ പ്രവർത്തിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും. എൻ്റെ അറിവിൽ എനിക്ക് തോന്നുന്നത് ഒരു 300-ൽ പരം ശിഷ്യന്മാർ അങ്ങക്ക് ഇതിനോടകം തന്നെ ഉണ്ട്, പ്രത്യേകിച്ച് പ്രവാസ ലോകത്ത്. അതെ അതെ. അതെനിക്ക് തോന്നുന്ന ഒരു ഗിന്നസ് റെക്കോർഡായിരിക്കും. വേറെ എവിടെയും ഉണ്ടാവില്ല ഒരു പ്രവാസ ലോകത്ത് ഒരു 300 ശിഷ്യന്മാരോളമുള്ള ഒരു വാദ്യകലാകാരൻ. ഇല്ല. ശരിയല്ലേ? ഗൾഫിലുണ്ടാവാൻ ബുദ്ധിമുട്ടാണ്. ഓ ശരിയാണ്. അപ്പോൾ എന്നാണ് ശരിക്കും ഇവിടെ ഇത്തരം പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്? ശരിക്ക് 2004-ലാണ് ഞാൻ ഈ നമ്മുടെ ക്ഷേത്രകല മസ്കറ്റിൽ തുടങ്ങാനുണ്ടായ കാരണം. 2004, ഇത് 20 വർഷമാവാൻ പോവാ. അപ്പോൾ അതെന്താണെന്നുണ്ടെങ്കിൽ നമ്മൾ നാട്ടിലിത് പഠിച്ച് കൊട്ടിക്കൊണ്ട് നടന്നിരുന്ന ഒരാളാണ്. അവിടെ പഠിപ്പിച്ചിട്ടുമുണ്ട്. അവിടെ കുറച്ച് ശിഷ്യന്മാരുണ്ട്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇവിടെ അന്നത്തെ കാലത്തൊന്നും ഒന്നുമില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ എൻ്റെ ഉള്ളിലുള്ള ആകാംക്ഷ അത് എങ്ങനെയെങ്കിലും ഒരു പഞ്ചവാദ്യം, മേളം, തായമ്പക, കേളി ഇതെല്ലാം മസ്കറ്റിൽ തുടങ്ങണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് 2004 2 3 ശിഷ്യന്മാരായിട്ട് തുടങ്ങി. പിന്നെ അപ്പോഴേക്കും മനോഹരൻ വന്നു, ഗുരുവായൂർ മനോഹരൻ, അവരും കുറേ ടീമുകളൊക്കെ ആയിട്ട് വന്നു. അങ്ങനെ ഒരു ട്രൂപ്പ് ഉണ്ടായി. അങ്ങനെ അവരുടെ അരങ്ങേറ്റം കഴിഞ്ഞു. 2004 തൊട്ട് 2005 2006 അരങ്ങേറ്റം കഴിഞ്ഞ് അപ്പോൾ മസ്കറ്റ് പഞ്ചവാദ്യ സംഘം എന്നുള്ള ഒരു പ്രസ്ഥാനം നമ്മളങ്ങനെ ഉണ്ടാക്കി. പഞ്ചവാദ്യ സംഘം എന്ന ആ ഒരു കലാസ്ഥാപനം തുടങ്ങിയിട്ട് അപ്പോൾ 20 വർഷങ്ങളായി. 2 പതിറ്റാണ്ടല്ലേ? പ്രവാസ ലോകത്തും അതും ഒരു ചരിത്രമായിരിക്കും. അതെ 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 അതെ, തീർച്ചയായിട്ടും. എനിക്ക് തോന്നുന്നത് മനോഹരൻ ഗുരുവായൂർ അതിൻ്റെ നേതൃത്വത്തിൽ ഇന്നും നിലനിന്നുകൊണ്ട് തന്നെയാണ് ആ സംഘം. അതെ അതെ. കാരണം നമ്മൾ ഇപ്പം മസ്കറ്റ് പഞ്ചവാദ്യ സംഘം രൂപീകരിച്ചിട്ട് നമുക്ക് എന്താ പറയുക, ഇത്രയും നല്ലൊരു വിശ്വസ്തനായിട്ടൊരു കോർഡിനേറ്റർ. കാരണം നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അത് ആ ഒരു ശിഷ്യൻ എന്ന നിലയ്ക്കും അത് ഉത്തരവാദിത്തം 100% അദ്ദേഹം പുലർത്തിയിട്ടാണ് ഇതിനെ നടത്തിക്കൊണ്ടുപോകണം. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. എന്നെ ഒന്നിനും ബുദ്ധിമുട്ടിക്കാറില്ല. ചില ആ ആശാൻ എന്നുള്ള ആ ഗുരുനാഥൻ എന്നുള്ള നിലയ്ക്ക് ഉള്ള ആ റെസ്പെക്റ്റും ആ ബഹുമാനവും കാര്യങ്ങളും തന്നിട്ട്, എന്നാൽ എല്ലാറ്റിനും ഒപ്പാണ് ഞങ്ങൾ ഒരുമിച്ച് 2 കൈയും പിടിച്ചിട്ടാണ് ഞങ്ങൾ നടക്കുന്നത്. അത്തരത്തില് സ്നേഹവും ആത്മബന്ധവും സൗഹൃദവും ചേരുന്നത് കൊണ്ടാണ് ഈ 20 വർഷം വളരെ സന്തോഷമായും നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നത്. അതെന്താ പറയുക, ഗൾഫിൽ ഒരു ഇതെന്ന് പറഞ്ഞ ഒരു ക്ഷേത്രവാദ്യ കലയാണ്. അത് എളുപ്പമല്ലാതെ നമ്മൾക്ക് അതിനെ കൊണ്ടുപോകുന്നത് തന്നെ വളരെ ബുദ്ധിമുട്ട്. അത് പ്രായോഗികമാക്കാനും ബുദ്ധിമുട്ടാണ്. പഠിപ്പിച്ച് വളർത്തി ഉണ്ടാക്കി ഇപ്പോഴും നമ്മളത് ഇങ്ങനെ പഠിപ്പിച്ചും കൊണ്ടേയിരിക്കും. അതിനൊരു സ്റ്റോപ്പ് വന്നിട്ടില്ല. അതൊരു വലിയൊരു ഈശ്വരാനുഗ്രഹമാണ്. ഇപ്പം ഇന്നലെയും കൂടിയും ദക്ഷിണ വെച്ച് തുടങ്ങി ആൾക്കാർ. അപ്പോൾ അത്രയും ഇവിടെ ആൾക്കാർക്ക് ഭയങ്കര താല്പര്യമാണ് ഇങ്ങനത്തെ കലകൾ പഠിക്കാൻ. പ്രത്യേകിച്ച് ക്ഷേത്രകല എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഇപ്പോൾ അവർക്ക് ആസ്വാദകർക്ക് തന്നെ ഇപ്പോൾ അമ്പലത്തിലായാലും വേറൊരു പറമ്പുകളിലായാലും പാർക്കിലായാലും നമ്മുടെ പരിപാടി കാണുമ്പോൾ അവരെല്ലാവരും മനസ്സ് നാട്ടിലേക്ക് പോവുക ചെയ്യണത്. അല്ല, എനിക്ക് തോന്നുന്നത് ഈ കഴിഞ്ഞൊരു 10-20 വർഷങ്ങളായിട്ട് സീസണൽ പ്രോഗ്രാം അല്ലേ? അതെ അതെ. പ്രത്യേകിച്ച് ഓണത്തിന് ഒരു വെള്ളിയും ശനിയും പോലും അല്ലേ, ബുധൻ വ്യാഴം വെള്ളി ശനി ഒക്കെ. സത്യത്തിൽ ഞങ്ങൾ ഓഗസ്റ്റിൽ തുടങ്ങിയ പരിപാടിയാണ്. ഇതുവരെ ഞങ്ങൾക്ക് സ്റ്റോപ്പായിട്ടില്ല. ആകെ 2 വെള്ളിയാഴ്ചയാണ് ഞങ്ങൾക്ക് ഒരു റെസ്റ്റ് കിട്ടിയിട്ടുള്ളത്. 2024. മിഴികളിൽ നിറയെ കാണാ
കാഴ്ചകൾ മൊഴികളിൽ നിറയും അറിയാ കഥകൾ മിഴി തുറക്കും മൊഴികൾ. അശാനെ, അപ്പം നമ്മൾ സാധാരണ എന്താ പറയുക, ഒരു നാട്ടിൽ നിന്ന് വിമാനം കയറി ഇങ്ങോട്ട് വരുന്നത് 40 വർഷം മുമ്പാണ് ആശാൻ ഇങ്ങോട്ട് എത്തിയെന്ന് പറഞ്ഞു. അതെ, സാധാരണയായിട്ട് എല്ലാ പ്രവാസികളും ഇങ്ങോട്ട് വരുന്നത് ജീവിതോപാധി തേടിയിട്ടാണ്. അതെ അതെ, അങ്ങനെ തന്നെ ആയിരിക്കും. അതെ അതെ, 2 കൊല്ലത്തേക്കെന്ന് പറഞ്ഞാ വരണത്. അതെ, 40 കൊല്ലമായി. ഓക്കെ. അല്ല, അപ്പോൾ ആശാൻ ഏത് ഫീൽഡായിരുന്നു, എങ്ങനെയാണ്? ഞാൻ ഇൻറ്റീരിയർ ഫിറ്റ് ഔട്ട്, വെച്ചാൽ കാർപ്പൻട്രി, അലൂമിനിയം. ഞാൻ പ്രൊജക്ട് മാനേജറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇത്രയും വർഷങ്ങളായിട്ട് 2-3ാമത്തെ കമ്പനിയാണ് ഇപ്പോൾ ഇത്. നേരത്തെ ഇതിനിടയ്ക്കാണ് ഈ തൊഴിലും ഇതിനും ഇടയ്ക്കാണ് ഇതിന്. അതെ അതെ, 20 കൊല്ലം അതിലേക്ക് ശ്രദ്ധിച്ചില്ലേ. 20 കൊല്ലമായിട്ട് ഇപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ ഇതിലേക്ക് ഈ വാദ്യ കലയായിട്ട് നമ്മൾ വളരെ ശ്രദ്ധിച്ചിട്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ശിഷ്യസമ്പത്തും ഇത്രത്തോളം പ്രവാസ ലോകത്ത് ഈ വാദ്യകല എന്ന. പക്ഷെ ഇവിടെ വേറെ കാര്യമുണ്ട്. ഇവിടെ താല്പര്യമുള്ള ആൾക്കാർ ഒരുപാടുണ്ട് പഠിക്കാൻ ക്ഷേത്രകല. ചെണ്ടയായാലും ശരി, തിമലയായാലും മദ്ദളായാലും കൊമ്പായാലും എല്ലാറ്റിനും ഇടയ്ക്ക. കൂടുതലും ആൾക്കാർ തിമല, ഇടയ്ക്ക അങ്ങനെയാണ് വരുന്നത് പഠിക്കാൻ വേണ്ടിയിട്ട്. എന്താണ് അതിനെന്തെങ്കിലും പ്രത്യേകിച്ച് കാരണം? ഇല്ലില്ല, ഓരോരുത്തരുടെ താല്പര്യം. ഇടയ്ക്കാകുമ്പോൾ ചില ആൾക്കാർക്ക് ഇത്തിരി സംഗീതം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക പഠിക്കുമ്പോൾ അവർക്ക് സോപാനം പാടാനോ അതിനുള്ള ശ്രുതിബന്ധം കൂടുതലാണ്. പിന്നെ കുറച്ച് ലൈറ്റ് വെയിറ്റ് ആണ്, അത്ര അധ്വാനം ഹെവി അല്ലല്ലോ. മദ്ദളം എന്നൊക്കെ പറയുമ്പോൾ അത്രയും അല്ലേ? അതെ അതെ. പക്ഷെ അതിൻ്റെയൊക്കെ ഒരു നാദവും അതിൻ്റെ ഒരു എന്താ പറയുക പ്ലേയിങ് സ്റ്റൈലും ഒക്കെ. അതെ 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 അതെ. മദ്ദളം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നമ്മളിപ്പോൾ ഒരു കഥകളിയാണ്. കഥകളി ഒരു മദ്ദളില്ലാണ്ട് അല്ലെങ്കിൽ ചെണ്ടയില്ലാണ്ട് എന്താ അതിനെ ആസ്വദിക്കാൻ പറ്റുക? നമ്മൾ എത്ര അഭിനയിച്ചിട്ടും കാര്യമില്ല. കാരണം അതിൻ്റെ ബേസിക് മ്യൂസിക് എന്ന് പറയുന്നത് മദ്ദളം അതാണ്. അതന്നെ പഞ്ചവാദ്യം. മദ്ദളൊക്കെ വിളി, മദ്ദളത്തിനൊക്കെ വലിയ പ്രാധാന്യമാണ്. അത് പണ്ട് ശുദ്ധ മദ്ദളായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഡെവലപ്പ് ചെയ്ത് ഇപ്പോൾ അരയിൽ പണ്ട് ഇങ്ങനെയല്ലേ ഇട്ടായിരുന്നത്. അതെ, ഇപ്പോൾ പിന്നെ അതിന് ശേഷം വർഷങ്ങളായിട്ട് തിരുവിലാമല വെങ്കിച്ചസ്വാമിയാണ് ഇത് തുടങ്ങിയത്. മദ്ദളം പഞ്ചവാദ്യത്തിലെ രൂപത്തിലാക്കി മാറ്റിയത്. അതിനുശേഷമൊക്കെ പിന്നെ അരയിലിട്ടിട്ടുള്ള പ്രയോഗങ്ങളായി. അതാണ് വലിയ 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 പ്രോത്സാഹനമാണ് ഇവിടെ നമ്മുടെ വാദ്യങ്ങൾക്ക് കേട്ടോ. പഠിക്കാനും ആൾക്കാർക്ക് നല്ല താല്പര്യമാണ്. പിന്നെ ഗുരുഭക്തി അതൊക്കെ ഭയങ്കരമാണ് ഇവിടെ പ്രവാസ ലോകത്ത്. ഗൾഫിലൊക്കെ അത്രയും ആരാധനയാണ് ഗുരു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പം ഞാൻ തന്നെ അറിയണതല്ല, എല്ലാ ശിഷ്യന്മാരും നമുക്കൊക്കെ വേണ്ടിയിട്ട് ഈ പറഞ്ഞ മാതിരി അത്രയും ഭക്തിയാണ്. തീർച്ചയായും അത്രയ്ക്കും ഭക്തി തന്നെയാണ്. ഗുരുമുഖത്തു നിന്ന് കൃത്യമായിട്ട് പഠിക്കുകയാണല്ലോ. അതെന്തറിയോ, ഞാൻ തുടങ്ങിയത് തന്നെ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയും വല്ല വിധേനം പഠിപ്പിച്ചിട്ട് കാര്യമില്ല. എങ്ങനെയാണോ നാട്ടിൽ ആ ഗുരുകുല വിദ്യാഭ്യാസ സമ്പ്രദായം എങ്ങനെയാണോ അങ്ങനെ തന്നെയേ ഞാൻ പഠിപ്പിക്കുള്ളൂ. ഷർട്ട് ഊരി മുണ്ട് ചുറ്റി ആ ചടങ്ങോട് എങ്ങനെയാണോ അതുപോലെ തന്നെ പഠിപ്പിക്കുന്നത്. അതിൻ്റെ പരമ്പരാഗതമായ രീതിയിൽ തന്നെയാണ് പഠിപ്പിക്കുന്നത്. അല്ല, അങ്ങനെ പഠിപ്പിക്കുമ്പോഴേ അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റൂ. തീർച്ചയായും. അല്ല ടീഷർട്ടും ജീൻസൊക്കെ ഇട്ട് ചെണ്ടയും മദ്ദളവും തിമലയും ഇടയ്ക്കൊക്കെ പഠിക്കാന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെ വായിക്കാൻ പറ്റില്ല. അതെ അതെ, തീർച്ചയായും പഠിച്ചെടുക്കാൻ പറ്റില്ല. തീർച്ചയായും. ഇപ്പോൾ ഏതൊരു വാദ്യകല, ഏതൊരു കലയും പഠിക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ട്രഡീഷണൽ രീതിയിൽ തന്നെ പഠിക്കും. പ്രത്യേകിച്ച് ഇതൊരു ക്ഷേത്രവാദ്യകലയല്ലേ. അപ്പോൾ ആ ഗുരുമുഖത്തുനിന്ന് കൊടുക്കുന്നത് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഗുരുകുല വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ തന്നെ പഠിപ്പിക്കണം. ഓരോന്നിനും ഓരോ സമ്പ്രദായമുണ്ട്. ആ സമ്പ്രദായം ഫോളോ ചെയ്യാന്നുള്ളതാണ്. അതെ അതെ അതെ. ആ സമ്പ്രദായത്തിൽ പഠിച്ചാലേ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റൂ. പഠിപ്പിച്ചാലേ പഠിക്കുന്ന കുട്ടികൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ. അതെ അതെ. അതല്ലാതെ ഈ പറഞ്ഞതുപോലെ സാധാരണ വന്നിരിക്കൂ പഠിക്കൂ. അതെ 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 അതെ. ഇത് ഗൾഫാന്ന് വിചാരിച്ചിട്ട് നമുക്ക് എങ്ങനെയെങ്കിലും അങ്ങോട്ട് പഠിപ്പിക്കാൻ പറ്റില്ല. ഇപ്പം നാട്ടിലാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കലാമണ്ഡലമായാലും കലാനിലയായാലും ആ ചിട്ടോട് കൂട്ടിയിട്ടില്ലേ പഠിപ്പിക്കണം. ആ ചിട്ട് തന്നെയാണ് ഇവിടെയും വേണ്ടത്. തീർച്ചയായിട്ടും. അപ്പോഴാണ് പൂർണ്ണ രൂപത്തിലെത്തുള്ളൂ. ഫോളോ ചെയ്യുന്നതാണ് സത്യം. അതെ, ഞാൻ പഠിച്ചത് അങ്ങനെയാണ്. അതെ അതെ. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ശിഷ്യന്മാർ അങ്ങേക്ക് ഉണ്ടായതും തന്നെ ഉണ്ടായത്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. കാരണം അത്രയും ശിഷ്യന്മാർ, അതുകൊണ്ടാണ് അവർക്ക് ആ ഗുരു എന്നുള്ളതിൻ്റെ അർത്ഥം കൂടി അവർക്ക് മനസ്സിലാവണ്ടേ. നമ്മൾ എങ്ങനെ വല്ല വിധേനം പഠിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഉൾക്കൊള്ളണ്ടേ അവർ. അപ്പോൾ നമ്മളെ പഠിപ്പിക്കുന്ന രീതി, ആ ഒരു ഗുരു എങ്ങനെ പഠിപ്പിക്കണോ ശിഷ്യനെ, അപ്പോഴാണ് അവർ ഉള്ളിൽ ആ ഗുരുഭക്തി ഉണ്ടാവുള്ളൂ. തീർച്ചയായിട്ടും. അത് നമ്മൾ അതും കൂടി പഠിപ്പിക്കണേ. ഇതിൽ നമ്മൾ വെറുതെ കൊട്ട് പഠിപ്പിച്ചിട്ട് മാത്രം കാര്യമില്ല. അതുപോലെ തന്നെ ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങൾ, അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ, ഇതെല്ലാം ഇതിൻ്റെ കൂടെ തിയറി മാത്രമല്ല, പ്രാക്ടിക്കൽ മാത്രമല്ല, അതിൻ്റെ തിയറി, കണക്ക് അതാണ്. കണക്കാണ് പ്രധാനം. പ്രത്യേകിച്ച് പഞ്ചവാദ്യത്തിനെ സംബന്ധിച്ച് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ കണക്ക് വളരെ, കാരണം 896 അക്ഷരകാലം പതികാലത്തിന് മാത്രമുണ്ട്. 448 രണ്ടാം കാലം, 224 മൂന്നാം കാലം, പിന്നെ മൂന്നാം കാലം, അത് കഴിഞ്ഞ് പിന്നെ 4ാം കാലം, 5ാം കാലം,
112, 56, 4-ാം കാലത്തിൽ അത് കൗണ്ട് ചെയ്ത് വായിക്കാന്നുള്ള 224, അതിന് നേർ പകുതി 4-ാം കാലത്തിലേക്ക് വരും. ഈ നമ്മൾ 3-ാം കാലം കഴിഞ്ഞാൽ 4-ാം കാലമാണ്, പിന്നെ 5-ാം കാലമാണ്. 224 അക്ഷരം 3-ാം കാലത്തിൽ ഉള്ളപ്പോൾ നേർ പകുതി 4-ാം കാലത്തിലായി. അതിൻ്റെ 112 നേർ പകുതി 56, 5-ാം കാലത്തിലേക്ക് എത്തി. ഈ കൗണ്ടിങ് നമ്മൾ കറക്റ്റ് ആയിരിക്കണം. നമ്മുടെ കാൽക്കുലേഷൻ നമ്മൾ കൊട്ടുന്ന സമയത്ത് മനോധർമ്മങ്ങളാണ് കൊട്ടുക. അപ്പോൾ നമുക്ക് എണ്ണങ്ങൾ നമ്മൾ ബൈഹാർട്ടായിരിക്കും, കാൽക്കുലേഷൻ കറക്റ്റ് ആയിരിക്കണം. 5 ആൾ കൊട്ടുമ്പോൾ എങ്ങനെ നമ്മുടെ അടുത്ത് ഡിവൈഡ് ചെയ്ത് വരുന്നു. നമ്മൾ സാധാരണ ബേസിക് കൊട്ടുക എന്നുണ്ടെങ്കിൽ നമുക്കതൊക്കെ ഓർത്തിരിക്കാൻ പറ്റും. ബേസിക് അല്ല നമ്മളെല്ലാം മനോധർമ്മങ്ങളല്ലേ കൊട്ടുന്നത്. പഞ്ചവാദ്യത്തിൽ പ്രത്യേകിച്ച് അങ്ങനെയാണ്. 2 ആൾ കൊട്ടുന്നതും 4 ആൾ കൊട്ടുന്നതും 5 ആൾ കൊട്ടുന്നതും നമുക്ക് കണക്കൂട്ടാൻ കണക്ക് കറക്റ്റ് ആയിരിക്കണം. അതെ നമ്മൾ കാൽക്കുലേഷൻ കറക്റ്റ് ആയിരിക്കണം. മനോധർമ്മങ്ങൾ കൊട്ടുമ്പോൾ പ്രത്യേകിച്ചും വേറെ ആളെ ശ്രദ്ധിക്കുക, കൊട്ടൊക്കെ ചെയ്യുമ്പോഴൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് കണക്ക് തെറ്റാൻ സാധ്യതയുണ്ട്. അതായത് ഇപ്പോഴും അതെ, പഞ്ചവാദ്യത്തിന് നേരം നിൽക്കുമ്പോൾ ഇന്നും അതെ, നാട്ടിലും അതെ, മഹാകേമന്മാരടക്കം അവിടെ നിന്ന് കഴിഞ്ഞാൽ എന്താ പറയുക, ഇനി ആരും അവിടെ എത്ര ബന്ധുക്കൾ വന്നു എന്നിട്ട് അങ്ങോട്ടൊന്നും ശ്രദ്ധിക്കില്ലല്ലോ. ആ ഒരു കോർഡിനേഷനാണത്. അവിടെ മാത്രമേ ശ്രദ്ധയുള്ളൂ. ആര് വന്നാലും അങ്ങോട്ട് നോക്കില്ല. കാരണം അതങ്ങനെയാണ്, അതിൻ്റെ ഒരു രീതിയാണ്. നമ്മൾ യുദ്ധത്തിന് ഇറങ്ങണ മാതിരിയാണ്. അച്ഛനെ അങ്ങ് വാദ്യകലാകാരനാണ്, ഗുരുനാഥനാണ്, അതോടൊപ്പം തന്നെ അങ്ങൊരു നാടക നടൻ കൂടിയാണ് അല്ലേ? ഈ അടുത്ത് ചില ഷോർട്ട് ഫിലിമുകളിലും കൂടി അഭിനയിച്ചു, നായകനായിട്ട് പോലും. എന്താണ് അതിൻ്റെ ഒരു അനുഭവം പറയാമോ? അല്ല, നാടകം ഞാൻ വളരെ ചെറുപ്പത്തിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. കാരണം നമ്മുടെ ഈ നാട്ടിൽ ജനുവരി 26, ഓഗസ്റ്റ് 15 വരുമ്പോൾ വായനശാലകളിൽ അങ്ങനെ വന്നിട്ടുള്ള ആ ഒരു പരിചയവും ഉണ്ട്. പിന്നെ എനിക്ക് ഇഷ്ടമാണ് നാടകം അഭിനയിക്കാൻ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, താല്പര്യം. അങ്ങനെയാണ് അശ്വമേധം എന്നുള്ള നാടകത്തിൽ അഭിനയിച്ചു. തിയേറ്റർ ഗ്രൂപ്പിൻ്റെ കണ്ണാടിക്കടവ് എന്നുള്ള നാടകത്തിൽ അഭിനയിച്ചു. മസ്കറ്റ് ആർട്സിൻ്റെ ഋജുറാം സമയത്ത് പിന്നെ സ്കിറ്റുകൾ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ ഷോർട്ട് ഫിലിം, ഇപ്പോൾ റീസെൻ്റ്ലി ഒരു ഷോർട്ട് ഫിലിം സോപാൻ എന്ന് പറഞ്ഞിട്ട്, ഉണ്ണിച്ചാലക്കര. അതെ, അത് നമ്മുടെ കഥ തന്നെ, വാദ്യമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു കഥയാണ്. ഒരു ബഹുമുഖ പ്രതിഭ എന്ന് വേണമെങ്കിൽ പറയാം, വിശേഷിപ്പിക്കുക. തീർച്ചയായിട്ടും. അച്ഛനെ ഇപ്പോൾ ഇത്രയും കാലത്തെ അങ്ങയുടെ ദീർഘകാലത്തെ ഈ മേഖലയിലുള്ള പ്രവർത്തനം പ്രസക്തിയില്ലാത്തൊരു ചോദ്യമാണെങ്കിലും ഇതിനോടകം തന്നെ ധാരാളം അംഗീകാരങ്ങൾ ലഭിച്ചിട്ടുണ്ടല്ലേ? തീർച്ചയായിട്ടും. അതിൽ സ്വാഭാവികമായിട്ടും വിസ്മരിക്കാത്ത ഏതെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ? പിന്നെ നമ്മുടെ മലയാളത്തിൻ്റെ മഹാകവി ONV സാറിൻ്റെ കയ്യിൽ നിന്ന് ഒരു അവാർഡ് മേടിക്കേണ്ട ഒരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. ഗ്രേറ്റ്. പണ്ട് കേരള വിങ്ങിൻ്റെ ഇന്ത്യൻ സോഷ്യൽ ക്ലബ്ബ് കേരള വിഭാഗത്തിൻ്റെ കേരളോത്സവ വേദിയിൽ വെച്ചിട്ട്, അത് വലിയൊരു മഹാഭാഗ്യമുള്ളത്. കാരണം ഇത്രയും വലിയൊരു മഹാനായൊരു കവിയുടെ കയ്യിൽ നിന്ന് നമുക്ക് ഒരു അവാർഡ് വാങ്ങാൻ, ഒരു സദസ്സിൽ വെച്ച് വാങ്ങാൻ കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു ഭാഗ്യമാണ്. കലാകാരനെ സംബന്ധിച്ച് എപ്പോഴും ഇത്തരത്തിലുള്ള അംഗീകാരങ്ങൾ അല്ലേ തീർച്ചയായും മുന്നോട്ടുള്ള യാത്രകൾ. മിഴികളിൽ നിറയെ കാണാ കാഴ്ചകൾ, മൊഴികളിൽ നിറയും അറിയാ കഥകൾ, മിഴി തുറക്കും മൊഴികൾ. അങ്ങയുടെ പേരിനോടൊപ്പം സുരേന്ദ്രൻ അല്ലേ, തിച്ചൂർ സുരേന്ദ്രൻ എന്നാണ് അറിയപ്പെടുന്നത്. അതെ. അങ്ങയുടെ ഗ്രാമം അല്ലെങ്കിൽ നാട്? എൻ്റെ ഗ്രാമമാണ് തിച്ചൂർ. തിച്ചൂര് പറഞ്ഞാൽ ഒരു കലാഗ്രാമമാണ്. തൃശ്ശൂർ ജില്ലയിലെ തിച്ചൂർ. എല്ലാവരും പ്രശസ്തരായിട്ടുള്ള കലാകാരന്മാർ, പല മേഖലയില് കഥകളി. അതെ, കഥകളി ആയാലും കൂടിയാട്ടായാലും ഓട്ടംതുള്ളലായാലും പഞ്ചവാദ്യം, നാദസ്വരം, എല്ലാ കലയും ഉള്ള ഒരു ഗ്രാമമാണ് തിച്ചൂർ ഗ്രാമം. അത്തരത്തിൽ അങ്ങനെ ഒരു ഗ്രാമത്തിൽ ജനിച്ചു വളർന്നുകൊണ്ട് അതിന്റെ ഒരു അംശം ഇല്ലെങ്കിലേ ഉള്ളൂ. അതെ. പാരമ്പര്യമായിട്ട് അങ്ങേക്ക് കിട്ടിയിട്ടുണ്ട് കല? പാരമ്പര്യമായിട്ട് കല വെച്ചാൽ അച്ഛനൊക്കെ അറിയപ്പെടുന്ന ഒരു എഴുത്തുകാരനാണ്. നല്ലൊരു എന്താ പറയുക, കമ്പോസ് ചെയ്യും. അങ്ങനെയുള്ള കഴിവൊക്കെ അച്ഛനുണ്ട്. അപ്പൊ പിന്നെ ആ കഴിവ് അങ്ങേക്കും കിട്ടിക്കാണുമല്ലോ. പാട്ട് വെച്ചാൽ അത് എല്ലാം നമ്മൾ ഈ പറഞ്ഞ മാതിരി ഒപ്പം കൊണ്ട് നടക്കുകയാണ്. അതെ. നമ്മൾ ഈ കുട്ടിക്കാലത്തും ചെറുപ്പത്തിലും അമ്പലത്തിൻ്റെ തൊട്ടടുത്താണ് വീട്. അപ്പോൾ ഈ ഭജനയായിട്ടും അങ്ങനെയുള്ള ചെറുപ്പം മുതലൊക്കെ വളരെ എല്ലാ കലയായിട്ടുള്ളൊരു ആക്റ്റീവാണ്. പിന്നെ വലിയ മഹാരഥന്മാർ തിച്ചൂർ വരുന്ന സമയത്ത് പൂക്കാട്ടിൽ ദിവാകരേട്ടൻ, പട്ടന്നൂർ ശങ്കരേട്ടൻ, അതുപോലുള്ള വലിയ ആൾക്കാരൊക്കെ വരുമ്പോൾ വീട്ടിൽ ഒന്ന് കയറും. അപ്പം അമ്മയായിട്ട് പരിചയമുണ്ട്. അപ്പോൾ നമ്മളും അത് തിച്ചൂർ വാസുവാര്യർ, ചന്ദ്രവാര്യർ, എല്ലാവരുമായിട്ടും അമ്മയായിട്ട് നല്ല കലാകാരന്മായിട്ട് നല്ല ബന്ധമാണ്. അപ്പോൾ ആ ഒരു പ്രചോദനം
ആ ഒരു പ്രോത്സാഹനം നമ്മുടെ സൈഡിൽ നിന്ന് എനിക്ക് നല്ലോണം ഉണ്ടായി. മഹാരഥന്മാരെ കണ്ടും അവരോട് ഇടപഴകിയും അല്ലേ, അവരുടെ എന്താ പറയാ മേളങ്ങളൊക്കെ കേട്ടും അല്ലേ, ആസ്വദിച്ചും അവരോടൊപ്പം പിന്നീട് പ്രവർത്തിക്കാൻ സാധിച്ചതും ഒക്കെ വലിയൊരു പിന്നെ ക്ഷേത്രത്തിന്റെ അടുത്താണ് വീട്. കാലത്ത് മുതൽ തന്നെ ഇതാണ് കേൾക്കുന്നതും. അപ്പോൾ അത്തരത്തിലൊരു കലയുടെ അംശം രക്തത്തിൽ അലിഞ്ഞില്ലെങ്കിലേ സംശയമുള്ളൂ. അതെ നമ്മുടെ നല്ലൊരു അനുഗ്രഹമാണ്, നല്ലൊരു പ്രോത്സാഹനമായിരുന്നു എന്നും ഞാൻ അമ്മേനെ ഓർക്കും. കാരണം നമ്മുടെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇന്നും എന്താ പറയുക, അത് ആലോചിക്കുമ്പോൾ അമ്മ ജീവിച്ചിരിക്കണില്ല, പക്ഷെ നല്ല ആ ഓർമ്മകൾ എപ്പോഴും അയവറക്കുക. നമ്മുടെ ഒരു പ്രോത്സാഹനം കാരണം കൊണ്ടാണ് ഞാനൊരു കലാകാരനായി വളർന്നത്. തീർച്ചയായിട്ടും കലാകാരൻ എന്നുള്ള ഒരു പേര് ലഭിച്ചതിൻ്റെ പിന്നിൽ നമ്മുടെ ഒരു ഇതുണ്ട്, വളരെ കുട്ടിക്കാലം മുതലൊക്കെ ഉള്ളത്. കൊട്ടാൻ പോയി കഴിഞ്ഞാലൊക്കെ ഞാൻ വരുന്നതൊക്കെ കാത്ത് ഇങ്ങനെ ഇരിക്കും. ബോംബെയിലേക്കൊക്കെ കേരളം വിട്ടിട്ട് പല സ്ഥലങ്ങളിലും കൊട്ടാൻ പോയിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ 10 ദിവസം കഴിഞ്ഞിട്ട് 15 ദിവസം കഴിഞ്ഞിട്ട് 1 മാസം കഴിഞ്ഞിട്ടൊക്കെയാണ് വരിക. അപ്പോൾ അങ്ങനെ നോക്കിയിരിക്കും. സഹോദരികൾ 2 സഹോദരന്മാർ. അവർ റെയിൽവേയിലാണ്, റിട്ടയറായി. ഞാൻ മാത്രമേ അതിൽ കലയായിട്ട് പോയിട്ടുള്ളൂ. ആശാനെ, ഏതായാലും വളരെയധികം സന്തോഷം. അന്താരാഷ്ട്ര അടുക്കളയുടെ മിഴി തുറക്കും മൊഴികൾ എന്ന ഈ അഭിമുഖ പരിപാടിയിൽ വന്നതിനും ഇത്രയും നേരം ഇത്രയും കാര്യങ്ങൾ പങ്കുവച്ചതിനും ഒരുപാട് നന്ദി. ഇനി ഒരുപാട് വേദികളിലും അതുപോലെ തന്നെ ശിഷ്യസമ്പത്തുമായിട്ട് മുന്നോട്ട് ജൈത്രയാത്ര തുടരട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി. താങ്ക് യു. വളരെയധികം നന്ദി. അന്താരാഷ്ട്ര അടുക്കളയുടെ ഈ മിഴി തുറക്കും മൊഴികൾ എന്നുള്ള പരിപാടിക്ക് എന്നെ ക്ഷണിച്ചതിൽ ഞാൻ വളരെയധികം നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്ത ഒരു അതിഥിയുമായി അന്താരാഷ്ട്ര അടുക്കളയുടെ മിഴി തുറക്കും മൊഴികൾ എന്ന ഈ അഭിമുഖ പരിപാടിയിൽ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്. മിഴി തുറക്കും മൊഴികൾ, മനം നിറയും തളിരോർമകൾ, മിഴികളിൽ നിറയെ കാണാ കാഴ്ചകൾ, മൊഴികളിൽ നിറയും അറിയാ കഥകൾ. മിഴി തുറക്കും മൊഴികൾ.